ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഇന്നത്തെ അധ്യായത്തിലേക്ക്. ഒപ്പം വാസ്തുപരമായിട്ടുള്ള ഒട്ടേറെ സംശയങ്ങളും അദ്ദേഹം നമുക്ക് ദൂരീകരിച്ചു തരുന്നതായിരിക്കും. ഏറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഇന്നത്തെ കത്തിലേക്ക്. സർ, ഞാൻ 60 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് പണിയുവാനായി തറ കെട്ടി കിണറും കുഴിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് പണി മുടങ്ങി. ആദ്യം വാസ്തുക്കാരെ കാണിച്ച ശേഷമാണ് പ്ലാൻ വരച്ചത്. തറ കെട്ടി കിണർ കുഴിച്ചതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഓരോരോ തടസ്സങ്ങൾ വന്ന് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പ്രശ്നം ദയവായി പറഞ്ഞു തരണം. വസ്തുവിൻ്റെയും വീടിൻ്റെയും പ്ലാൻ ഇതോടൊപ്പം അയക്കുന്നു. ഇവർ ശരിക്കും ഒരു 60 സെൻറ്റ് സ്ഥലത്താണ് ഇവരൊരു വീട് വെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മാക്സിമം 2500 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു വസ്തു ഇപ്പോൾ 60 സെൻറ്റ് അല്ലെങ്കിൽ 30 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാസ്തു ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് നിർണ്ണയിക്കാനുണ്ട്. കാരണം 2500 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര സെൻറ്റ് സ്ഥലം വേണം, ഏത് ഭാഗത്താണ് നമ്മൾ വീട് വെക്കേണ്ടത് എന്ന് കണ്ട ശേഷം അതിന് വ്യക്തമായിട്ടൊരു മതിൽ കെട്ടി തിരിച്ചിട്ട് അതിനകത്ത് വീട് വെച്ച് തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം വെച്ചാൽ ഇത് ശരിക്കും ഒരു 60 സെൻറ്റ് സ്ഥലമായിട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ ഒരു പോർഷനിലാണ് ഇദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇദ്ദേഹം ഈ പണിയാൻ തുടങ്ങിയിരിക്കുന്ന എനിക്ക് അയച്ചിരിക്കുന്ന പ്ലാനിൻ്റെ വീട് നിൽക്കുന്നത് സ്ഥാനത്തായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഇവർ കിണർ കുഴിച്ചിട്ടുണ്ട്. കാരണം ഈ പ്ലോട്ട് ഇത്ര വലുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കിണറിൻ്റെ സ്ഥാനം പ്ലോട്ടിൽ വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് കയറിപ്പോയിട്ടുണ്ട്. അപ്പം ഇവർ ഈ പ്ലാനിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഈസ്റ്റ് ഭാഗത്തോട്ട് ഒരു 10 മീറ്റർ എടുത്തിട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് മതിൽ കെട്ടി തിരിച്ചാൽ കിണറിൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ നമ്മൾ വീട് പണിയുമ്പോൾ എപ്പോഴും കന്നിമൂലയിലോട്ട് മാക്സിമം ചേർത്ത് ചെയ്യണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കാരണം ഇവരുടെ പ്ലോട്ട് വലുതായതുകൊണ്ട് തന്നെ ഇവരൊരു വാസ്തുവിൻ്റെ ഒരു മതിൽ കെട്ടി ഇവർ 4 സൈഡും വാസ്തുപ്രകാരം മതിൽ കെട്ടി തിരിച്ചെങ്കിൽ മാത്രമേ ഈ വീട് കൃത്യമായിട്ടുള്ള സ്ഥാനത്താവുകയുള്ളൂ. ഇപ്പം ഈ ബ്രഹ്മസ്ഥാനത്തായിട്ട് വസ്തുവിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് കിണർ വന്ന് കഴിയുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ എത്ര പ്രോഗ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഏകദേശം നമ്മൾ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. വീട് പണി മുന്നോട്ട് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമുക്ക് സാമ്പത്തികമായിട്ടായാലും നമ്മുടെ മറ്റുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്കും നമുക്ക് തടസ്സവും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം വീട് മതിൽ കെട്ടി വീട് സ്ഥാനത്താക്കണം. അതുപോലെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് 10 മീറ്റർ വിട്ട് മതിൽ കെട്ടി കഴിയുമ്പോൾ കിണറിൻ്റെ സ്ഥാനം മാറിക്കിട്ടും, അതുകൊണ്ടുള്ള ദോഷങ്ങളും മാറിക്കിട്ടും. അതുപോലെ ഇതിൻ്റെ വടക്ക് ഭാഗത്തായിട്ടൊരു കിച്ചൺ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ വടക്ക് ഭാഗത്തായിട്ടുള്ള കിച്ചൺ നമുക്ക് ദോഷമാണ്. ഒന്നുകിൽ ഇത് വടക്ക് പടിഞ്ഞാറാക്കുക അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്താക്കുക. അതുപോലെ മുകൾ നിലയിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ടെറസ് കൊടുത്ത ശേഷം സൗത്ത് വെസ്റ്റ് ഭാഗത്തെ ഒരു ബെഡ്റൂം കൂടി ഇവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാസ്തുവിൻ്റെ ബലം കൂടുകയും ചെയ്യും, ഒരു ഐശ്വര്യമാവുകയും ചെയ്യും. അതുപോലെ ചുറ്റളവ് 80 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരികയുള്ളൂ. സ്ഥലത്തിന് മറ്റ് ദോഷങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മെയിൻ തടസ്സങ്ങൾ വരുത്തുന്നത് കിണറിൻ്റെ സ്ഥാനം കൊണ്ട് വന്ന വിഷയം കൊണ്ടാണ്. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടോ വീടുമായിട്ട് ബന്ധപ്പെട്ടോ കാണുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ ചെയ്ത ശേഷം വീട് പണി മുന്നോട്ട് കൊണ്ടുപോകുക. വീടിനുള്ളിൽ പലതരത്തിലുള്ള കണ്ണാടി വെച്ചിട്ട്, ദർപ്പണം വെച്ചിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് ഇപ്പോൾ അതിനുള്ളൊരു പ്ലസ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വലിപ്പം കൂടുതലായിട്ട് മുറിക്കൊക്കെ വലിപ്പമുള്ളതായിട്ട് തോന്നാറുണ്ട്. അത് വാസ്തുപരമായി നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ചില വീടുകളൊക്കെ എടുക്കുമ്പോൾ ചില കോർണറുകൾക്ക് മിസ്സിങ് കോർണറായിട്ട് വരും. അപ്പോൾ ആ ഒരു മിസ്സിങ് കോർണർ നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ കെട്ടി തിരിക്കുന്നതിന് പകരം ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കളയാറുണ്ട്. അതിന് നമ്മൾ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില വീടുകളൊക്കെ എടുക്കുമ്പോൾ യു ഷേപ്പിൽ വരുന്ന വീടുകളുണ്ട്. കാരണം ഒരു ഭാഗം കാണുകയില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെയൊക്കെ ദോഷ പരിഹാരങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഗ്ലാസ് വെച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ വീടിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ചില വീട്ടിൽ വാഷ് ബേസിൻ വെക്കും. കാരണം സ്വീകരണ മുറിയോട് ചേർന്നായിരിക്കും അവരുടെ ഡൈനിങ് ഹാളിൽ വാഷ് ബേസിനൊക്കെ ഉണ്ടാവും. അപ്പോൾ വാഷ് ബേസിൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ണാടി വെക്കുന്നതുകൊണ്ട് ആ ഗ്ലാസ് പലപ്പോഴും മെയിൻ വാതിലിന് നേരെ ആയിരിക്കാം വരുന്നത്. കാരണം വെച്ചാൽ ഒരു മെയിൻ ഡോറ് തുറന്നാൽ നമ്മുടെ വെളിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി ആ വീടിനകത്തേക്ക് കടന്നു വരുന്നത് മെയിൻ ഡോറിൻ്റെ അകത്തൂടെ തന്നെയാണ്. അപ്പോൾ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായി പോകുന്നതുകൊണ്ട് മെയിൻ ഡോറിനും ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെയുള്ള മിറർ വെക്കുന്നത് ദോഷമാണ്. ഇപ്പോൾ ക്യാഷ് ബോക്സ് ഒക്കെ വെക്കാനായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളൊരു അലമാരി വെച്ചെന്ന് വെച്ചു. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ അലമാരി കാണത്തക്ക രീതിയിൽ നമ്മളൊരു മിറർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അലമാരി ഡബിളായിട്ട് കാണുമല്ലോ. അപ്പോൾ അലമാരിയിൽ വെക്കുന്ന സമ്പത്ത് വർദ്ധിക്കാൻ അത് കാരണമാകുമെന്ന് വാസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടാവും. ഡൈനിങ് ടേബിളിൻ്റെ മുകൾ ഭാഗത്ത് റൂഫിൽ നമ്മൾ ചെറിയ ഗ്ലാസ്സുകൾ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഐശ്വര്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഗ്ലാസ് വെക്കുമ്പം അതിൻ്റെ ഒരു പോർഷനും അതിൻ്റെ ഒരു ഭാഗവും കട്ടിലയിലോട്ട് ഫേസ് ചെയ്യാൻ പാടില്ല.
ഒന്നാമത് ഏതെങ്കിലും ഗ്ലാസിൻ്റെ ഒരു പോർഷൻ കട്ടിലയിലോട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളുണ്ടാവാം. അതുപോലെ ചില അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ടാവും, ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിരിക്കും ടോയ്ലറ്റ്. അപ്പോൾ ആ ടോയ്ലറ്റിൻ്റെ ഡോർ തുറക്കുമ്പം ഈ നമ്മുടെ മുറിയിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാമത് ടോയ്ലറ്റിനകത്ത് എപ്പോഴും നെഗറ്റീവ് ഊർജ്ജമായിരിക്കും. അപ്പോൾ ആ ടോയ്ലറ്റ് തുറക്കുമ്പം അതിനകത്തുള്ള നെഗറ്റീവ് ഊർജ്ജം ആ ഗ്ലാസ്സിൽ തട്ടി അത് ബെഡിലോട്ട് അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ബെഡ്റൂമിന് നേരെ, നമ്മുടെ വാതിലിന് നേരെ ഗ്ലാസ് വെക്കാൻ പാടില്ല. അപ്പം വാതിലിന് നേരെ ഗ്ലാസ് വരാൻ പാടില്ല. അതുപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചില ഏരിയയിൽ നമുക്ക് ഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആരെങ്കിലും അറിയാവുന്ന വാസ്തുക്കാരെ വിളിച്ച് കാണിച്ചിട്ട് ഏതൊക്കെ പോർഷനിൽ വെക്കാൻ പറ്റുമെന്ന് നോക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഗ്ലാസ്സുകൾ എപ്പോഴും നമ്മൾ വാസ്തുവിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതിന് ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. ചില ആംഗിളിൽ നമുക്ക് വെക്കുന്നത് ദോഷമാണ്, ചില ആംഗിളിൽ വെക്കുന്നത് നമുക്ക് നല്ലതാണ്. എന്തായാലും വഴിമുട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമുക്ക് ഒരു വിധത്തിൽ ഇപ്പം നമ്മൾ മതിലിട്ട് തിരിക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെയുള്ള വീടിൻ്റെ ദോഷ പരിഹാരത്തിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിച്ചുവിടാം. അത് ആർക്കും ദോഷം ചെയ്യാത്ത കോൺവെക്സ് മിറർ ആയിരിക്കും യൂസ് ചെയ്യുക. അത് പക്ഷേ ഒരു വാസ്തു ചെയ്യുന്ന ഒരാളുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ വെളിയിലോട്ടൊക്കെ ഗ്ലാസ് വെക്കുമ്പോൾ ഒരിക്കലും ഒരു ആരാധനാലയത്തിൻ്റെ നേരെയൊന്നും ആ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ പോകാൻ പാടില്ല. അത് വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.